ഐക്യതയും സ്നേഹവും കൂട്ടുത്തരവാദിത്വവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആത്മീക തലമുറയുടെ മുമ്പിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. സ്നേഹത്തിനും ആത്മീക മൂല്യങ്ങൾക്കും സഭകളിൽ വിശ്വാസികളുടെ ഇടയിൽ ഇന്ന് മൂല്യം കുറഞ്ഞു പോകുന്നു. പരസ്പര സ്പർദ്ധയും വൈരാഗ്യവും ഒക്കെ വർദ്ധിച്ച് വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് പറഞ്ഞു. അതെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മൾ അനുഭവിക്കുന്നവരായി തീരണം. അപ്രകാരം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ ആരാധനകളും കൂട്ടായ്മകളും ഒക്കെ വളരെ വ്യർത്ഥമായി പോകും എന്ന് നാം മറന്നു പോകരുത്. അതെ, ആ കർത്താവിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുവാൻ, ആത്മീക വിടുതലുകൾ നാം അനുഭവിക്കുവാൻ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും നാം തയ്യാറാകേണ്ടി വരും. ക്ഷമിക്കേണ്ടുന്നത് ക്ഷമിക്കുവാൻ, ഒഴിഞ്ഞു മാറേണ്ടുന്നിടത്തു നിന്ന് ഒഴിഞ്ഞു മാറുവാൻ, പൊറുക്കേണ്ടുന്നത് പൊറുക്കുവാൻ, ജീവിതത്തിൽ ത്യാഗം ചെയ്യേണ്ടുന്നത് അത് ചെയ്യുവാൻ ഒക്കെ നാം തയ്യാറാകേണ്ടി ഇരിക്കുന്നു. അതെ, അപ്രകാരം ഒരു കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ആത്മീക മൂല്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യം, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യതപ്പെട്ടാൽ ഇത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. എന്തേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടികൾ വൈകിപ്പോകുന്നു? അതെ, നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക, ഐക്യത. അതെ, യാചിക്കുന്ന വിഷയങ്ങൾക്ക് കൂട്ടുത്തരവാദിത്വമില്ലാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നാം പ്രാർത്ഥിക്കുന്നവരായി തീരുകയാണ്. എന്നാൽ കൂട്ടുത്തരവാദിത്വത്തോടെ, ഐക്യതയോടെ ദൈവനാമത്തിൻ്റെ മഹത്വവും മഹിമയും നമ്മളിലൂടെ നിറവേറണം എന്നുള്ള താല്പര്യത്തോടെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അതെ, കൂട്ടായ്മയ്ക്കും ഐക്യതയ്ക്കും ദൈവവചനം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. 133-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. അതെ, പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാം വാക്യം. അതെ, ആരംഭ നൂറ്റാണ്ടിൽ ദൈവസഭയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ ദൈവജനം ഐക്യതയോടും ആത്മിക സമർപ്പണത്തോടും കൂട്ടുത്തരവാദിത്വത്തോടും കൂടെ നിലനിന്നപ്പോൾ ദൈവിക അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ലോകത്ത് വെളിപ്പെടുവാനിടയായിത്തീർന്നു. മാത്രമല്ല, സഭ ശക്തിയോടെ വളരുവാനിടയായിത്തീർന്നു. ഇന്ന് ആ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടെങ്കിൽ അതിലേക്ക് നാം മടങ്ങി വരേണ്ടുന്നത് ആവശ്യമാണ്.